മനസ്സിലേക്ക് എന്ത് പെട്ടാലും നമ്മൾ അതോടുകൂടി നമ്മളൊരു രോഗിയായി. നിന്റെ വേദന കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് എടുത്തേനെ. കെമിക്കൽ അടങ്ങിയ സാധനങ്ങളല്ല, അല്ലാതെ വീട്ടിൽ എനിക്ക് അപ്പം എന്ത് കിട്ടുന്നോ അതൊക്കെ എടുത്തു വെച്ച് മുഖത്തിടുന്നുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പറയുമ്പം നമ്മളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന കുറേ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളുണ്ട്, എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഹായ് സീമ ചേച്ചി. ഹായ്, നമസ്കാരം. നമസ്കാരം. ഇത് നമ്മുടെ ഗൃഹലക്ഷ്മിയുടെ ഒരു സെഗ്മെന്റ് ആണ്, ലിറ്റിൽ ടോക്സ്. ആദ്യം എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ സ്കിൻ കെയർ റൂട്ടീന്റെ ഒരു രഹസ്യം, അല്ലെ എന്താണ് സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്നത്? എന്തായാലും സോപ്പിന്റെ പരസ്യം പറഞ്ഞാൽ മതിയോ? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ഓക്കെ. കസ്തൂരി മഞ്ഞളും പാലും അതൊക്കെ തേക്കുമായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പറയാമോ എന്താണ്? അല്ല, കസ്തൂരി മഞ്ഞളും ചില ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഞാൻ പാലാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ തൈര് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ ചിലപ്പോ ഒന്ന് ഡ്രൈ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കസ്തൂരി മഞ്ഞളും പാലും കൂടെ അത് കലർത്തി മുഖത്ത് തേക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഒരു 50 എബവ് വരുമ്പോ നമുക്കിവിടെ ഒരു ചിലവര് പറയും കരിമംഗല്യമാണെന്ന് പറയും, ഇവിടെ ഒരു കറുത്ത പാടുകൾ വരും. ചിലർ പറയും ഹോർമോണിന്റെ വ്യതിയാനമാണെന്ന് പറയും. ഇനി രണ്ടാണെങ്കിലും സ്ത്രീകൾക്ക് 50 ഒക്കെ കഴിയുമ്പം ഈ രണ്ട് വശത്തും ഒരു കരിമംഗല്യം പോലെ വരും. അതിന് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ഇരട്ടിമധുരമില്ല, ഇരട്ടിമധുരത്തിന്റെ ആ പൗഡറിന്റെ പൊടിയുണ്ട്. അതില് ആ പൊടിയില് ഞാനൊരു ഓട്സും കൂടി ഇച്ചിരി മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് പാലും ഇച്ചിരി തേനും കൈ കണ്ട കടിച്ചാണി കുടിച്ചാണി എല്ലാം കിട്ടും. കെമിക്കൽ അടങ്ങിയ സാധനങ്ങളല്ല, അല്ലാതെ വീട്ടിൽ എനിക്ക് അപ്പം എന്ത് കിട്ടുന്നോ അതൊക്കെ എടുത്തു വെച്ച് മുഖത്തിടുന്നുണ്ട്. എന്തായി തീരുന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ടാണ് ഇതാണ് മുഖത്തിപ്പ് ഇട്ടുകൊണ്ടിരിക്കണേ. അടിപൊളി. അതുപോലെ ഈ ഹെയറും ഇതുപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ഇതുപോലെ ഹെയർ കെയർ റെമഡീസോ സീക്രറ്റ്സോ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഹെയർ കെയർ അങ്ങനെയൊന്നും ഇല്ല. നമ്മള് എന്നും നമുക്ക് എണ്ണ തേച്ചൊന്നും കുളിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ കാച്ചി എണ്ണയൊന്നും അല്ല, വെളിച്ചെണ്ണ തന്നെയാണ്. ആ വെളിച്ചെണ്ണ തന്നെ തലയിൽ തേക്കാറുണ്ട്. ഓക്കെ. ചേച്ചി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ എന്തൊക്കെയാണ് ഫുഡിൽ ശ്രദ്ധിക്കുന്നത്? ഫുഡില് തൽക്കാലം ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം കൈ കിട്ടുന്നത് എന്തും തിരിച്ചു കടിക്കാത്ത എന്തും ഭക്ഷിക്കും. അങ്ങനെ ഒരു ജീവിയായി മാറിയിരിക്കുകയാണ്. ഫോളോ ചെയ്യുന്നില്ല. ഡയറ്റ് എന്ന് പറയുന്ന സാധനം എന്നോട് മിണ്ടി പോകരുത്. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പ, ചേന, ചേമ്പ്, പിന്നെ ചക്ക എന്റെ കസിൻസിന്റെ വീട്ടില് ചക്ക ഇങ്ങനെ ഒന്ന് ഇച്ചിരി മൂത്ത് തുടങ്ങുമ്പോഴേ ഈ ചില ആൾക്കാരോട് പറയണ പോലെ പറയും, സീമ വരുന്നുണ്ട് ചക്കയെ നീ ഒന്ന് പെട്ടെന്നൊന്ന് മൂക്കാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വേവിച്ച് കഴിക്കുന്നതാ ഏറ്റവും വലിയ ഇഷ്ടം. ഈ ഒഴിവ് സമയത്ത് എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതുപോലെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ഹോബീസോ അങ്ങനെ ശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അടുക്കള പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം, കുക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ കുക്കിംഗ് എന്ന് പറയുമ്പം ഒരു ഭയങ്കര സംഭവമൊന്നും അല്ല. പക്ഷെ വീട്ടിൽ ഞാനുള്ളപ്പം അടുക്കള കംപ്ലീറ്റ് എന്റെ കയ്യിലായിരിക്കും. അത് വീട്ടിൽ വരുന്ന കസിൻസിനാണെങ്കിലും എൻ്റെ മോനാണെങ്കിലും ഞാൻ വെക്കുന്നതാണ് ഇഷ്ടം. എനിക്കും ഒരു തൃപ്തിയാണ് ഞാൻ അടുക്കളയിൽ കയറുമ്പം. പിന്നെ പാട്ട് ഇഷ്ടമാണ്, പഴയ പാട്ടുകളാണ് ഇഷ്ടം. അതുപോലെ ചേച്ചിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഭക്ഷണം എന്താണ്? അതുപോലെ ചേച്ചിയുടേതായ എന്തെങ്കിലും ഓൺ റെസിപ്പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു ക്യാരറ്റ് പായസം ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടം. അവനെ എപ്പം ഫ്രണ്ട്സിനെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നാലും അവർ പറയുന്നത് ഈ ക്യാരറ്റ് പായസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുണ്ടാക്കി കൊടുക്കും. പക്ഷെ എനിക്ക് പൊതുവെ ഈ നമ്മുടെ നാടൻ ഫുഡില്ലേ, നമ്മുടേതായിട്ടുള്ള കേരള രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ എന്ത് കുക്ക് ചെയ്താലും ശരി ഞാൻ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിനകത്തിടും. അല്ലാതെ ഒരിക്കലും ഒരു ഇന്നത് ചെയ്യണം, ഇത്ര സ്പൂൺ മുളക് പൊടി, ഇത്ര മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മറ്റേ കുരുമുളക് പൊടി, ഇങ്ങനത്തെ പരിപാടിയില്ല. എനിക്ക് എന്തപ്പം എൻ്റെ കയ്യിൽ കിട്ടുന്നോ അതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്ത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കിയാൽ ഇലിമ്പം പുളി എന്ന് പറയും, ആ പുളിയാണ് കിട്ടുന്നെങ്കിൽ അതിട്ട് കറി വെക്കും. അമ്പഴങ്ങയാണ് കിട്ടുന്നെങ്കിൽ അതിട്ട് കറി വെക്കും. പിന്നെ മാങ്ങയാണെങ്കിൽ അതിട്ട് കറി വെക്കും. അല്ലാതെ ഇപ്പം നമുക്ക് കുടംപുളി തന്നെ ഇട്ടാലേ കറിയാകൂ, അങ്ങനെയില്ല. ഈ സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ചേച്ചി സ്വന്തം മെന്റൽ ഹെൽത്തിനെ കീപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ എന്തൊക്കെയാണ് നോക്കുന്നത്? അതുപോലെ
സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്തൊക്കെയാണ്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ടെൻഷൻ അടിക്കരുതെന്ന് പറയും. ഒരു ടെൻഷനാണ് നമുക്കുള്ള എല്ലാ അസുഖങ്ങളും വരുത്തി വെക്കുന്നത്. ടെൻഷൻ അടിക്കുമ്പം ഉറക്കമില്ലായ്മ വരും. ഉറക്കക്കുറവ് വരുമ്പം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വഴിയെ പോകുന്ന എല്ലാ അസുഖങ്ങളും നമുക്ക് കയറി ഇങ്ങനെ പിടിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പം നമ്മുടെ മനസ്സാണ് മുഖത്തിന്റെ നമ്മുടെ കണ്ണാടി എന്ന് പറയും. അത് തന്നെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സിലേക്ക് എന്ത് പെട്ടാലും നമ്മള് അതോടുകൂടി നമ്മളൊരു രോഗിയായി, ഒരു അസുഖക്കാരിയായി, അല്ലെ ഒട്ടും ഹെൽത്ത് ഇല്ലാത്തവളായിട്ട് മാറും. ഓക്കെ, അപ്പം എപ്പോഴും ഈ ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് തീർച്ചയായിട്ടും. എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ, അത് ഏത് രൂപത്തിൽ സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെ സന്തോഷിക്കുക. അപ്പൊ നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഹെൽത്ത് നന്നാവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഒന്ന് ചേച്ചി ക്യാൻസർ ബാധിതരായിട്ടുള്ളവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വന്നത്, അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നത്? അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നത് ശരിക്കും RCCയിലായിരുന്നു. അപ്പോൾ RCCയിൽ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഞാനും അമ്മയും നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര ഭയങ്കര ഒരു ഉന്നത ലെവലിലുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അന്ന് അവിടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനായി പോയപ്പോഴാണ് മറ്റുള്ള പേഷ്യൻസിനെ കാണുമ്പം നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായത്. പിന്നെ ആരും അറിയാതെയാണ് ഒരു 10, 12, 13 വർഷം ഞാനിങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരണ്യയുടെ ലൈഫിലേക്ക് ഞാൻ ചെല്ലുകയും ശരണ്യ എൻ്റെ ലൈഫിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇതിനെ കൂടുതൽ വെളിയിലേക്ക് ഈ സംഭവം കൊണ്ടുവന്നത്. അപ്പൊ അമ്മയുടെ അസുഖമാണ് എന്നെ ഈ ക്യാൻസറിന്റെ വഴികളിലേക്ക് കൊണ്ട് എത്തിച്ചത്, അങ്ങനെയുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചത്. ശരണ്യയുടെ അമ്മ ഒക്കെ എല്ലാവരും ഉണ്ട്. ശരണ്യയുടെ അമ്മയും നന്ദൂട്ടൻ്റെ അമ്മയും ദിനമെന്നോണം വിളിക്കാറും മെസ്സേജ് അയക്കാറും അവരുടെ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോഴും ഞാൻ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അത് ഞാനുള്ളിടത്തോളം കാലം ഞാൻ ആ കുടുംബങ്ങളിലെ ഒരംഗം തന്നെയായിരിക്കും. ഓക്കെ, നമ്മളൊരു 50 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇത് ഞങ്ങളുടെ ഒരു ഗൃഹലക്ഷ്മിയുടെ ഒരു വിമൻ ഓഡിയൻസിന് വേണ്ടി ചോദിക്കുകയാണ്. അത് ഈ 40-50 വയസ്സിന് ശേഷം സ്ത്രീകൾ നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ ഏറ്റവും കെയർ ചെയ്യാത്ത ഒരു സാധനം അവരുടെ സെൽഫ് ഹെൽത്ത് ആണ്. അപ്പം ഇത് നോക്കണം എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത്? അല്ല, ഇപ്പം മെനോപോസ് ആയി കഴിഞ്ഞാല് എല്ലാ സ്ത്രീകൾക്കും മെന്റലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അവര്. അതായത് അവരുടെ ശരീരത്തിലെ ഹോർമോൺ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ ചിലവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കാം. ആ ദേഷ്യം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കും. ചിലവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എൻ്റെ പല ഫ്രണ്ട്സും കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ പോലും കരഞ്ഞു തീർക്കുന്നവരുണ്ട്, പൊട്ടിത്തെറിക്കുന്നവരുണ്ട്, എല്ലാവരോടും ഇറിറ്റേഷൻ, ദേഷ്യം തോന്നുന്നതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ നമുക്കറിയാം ഈ സംഭവമൊക്കെ നിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഇപ്പം എനിക്കൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പം കൂടുതൽ കരച്ചിലും കൂടുതൽ പൊട്ടിത്തെറിയും കൂടുതൽ ഇറിറ്റേഷനൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതിനെ ഇങ്ങനെ നമുക്കറിയാം നമ്മളിത് ഓവർകം ചെയ്തേ പറ്റൂ എന്നുള്ളിടത്തുനിന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ക്യാൻസർ ഇത് വരുന്നത് ഗർഭാശയ ക്യാൻസറും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും വരുന്നുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ നമുക്ക് ഇത്ര രൂപയാവില്ലേ എന്നൊക്കെ ചോദിക്കും. മാമോഗ്രാം ചെയ്താൽ പാപ്സ്മിയർ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര ആവില്ലേ എന്ന് വിചാരിക്കും. ചിലത് നമുക്ക് ഈ മാമോഗ്രാം ചെയ്യുമ്പം ബ്രസ്റ്റിൽ കുറച്ച് പെയിൻ വരും. ആ ഒരു ഇത് വന്ന് അതൊക്കെ നമുക്കൊരു ഇച്ചിരി പെയിൻ വരും. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഒരു മെയിൻ ഉദ്യോഗസ്ഥ എന്നോട് ചോദിച്ചു, മാമോഗ്രാം ചെയ്താൽ വേദനയില്ലേ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 3-4 തവണ ചെയ്തിട്ടുള്ളതാണ്,
വേദന ലൈറ്റായിട്ടുണ്ടാകും. പക്ഷെ ആ വേദന നമ്മൾ അപ്പം അനുഭവിച്ചാൽ പോരെ, അത് ജസ്റ്റ് ആ ഫിലിമിൽ പതിയുന്നത് വരെ വന്ന് അമരുമ്പോഴുള്ള ഒരു വേദനയുള്ളൂ. അത് കഴിയുമ്പോൾ ആ വേദനയില്ല. അപ്പം അത് നോക്കരുത്. ഇത്രയും വലിയ ആശുപത്രിയിൽ ഇത്രയും ഒരു പൊസിഷനിലിരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും മാമോഗ്രാമും പാപ്സ്മിയറും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ക്യാൻസറിനെ കുറിച്ചാണ്. ആവശ്യമില്ലാത്ത പാടുകളോ ആവശ്യമില്ലാത്ത ഗ്ലാൻഡുകളോ അല്ലെങ്കിൽ നമുക്ക് അസ്വാഭാവികമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ശരി, നമ്മൾ പിന്നത്തേക്കിന് വെച്ചോണ്ടിരിക്കരുത്. നമ്മൾ അപ്പം തന്നെ പോയി ഡോക്ടറെ കാണുക. പിന്നെ ചില ഡോക്ടേഴ്സ് ഉണ്ട്, അതും കൂടി ഞാനൊന്ന് പറയാം. ഈ അടുത്ത കാലത്ത് എൻ്റെ പല ഫ്രണ്ട്സിനും പറ്റിയിട്ടുള്ള കാര്യമാണ്. അവർ ചെന്ന് ഡോക്ടേഴ്സിനോട് പറയും നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ അവരെന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് പറയും അത് ഗ്യാസിൻ്റെയാണ്, വയറുവേദനയാണെങ്കിൽ അത് ഗ്യാസിൻ്റെയാണ്, മറ്റേതൊന്ന് അത് കുഴപ്പമില്ല, അത് ഈ മരുന്ന് കഴിച്ചാൽ മാറും. അത് കഴിച്ചു കഴിയുമ്പം അടുത്ത മരുന്നിന് ചെല്ലുമ്പോൾ പറയും അത് കുഴപ്പമില്ല, ഈ മരുന്ന് 1 മാസം കഴിച്ചു നോക്കൂ എന്ന് പറയും. പക്ഷേ ഇത് പോകുന്നത് പോയി 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തേക്ക് വരരുതെന്ന് കരുതിയോ ആ സംഭവം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇപ്പം ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളുണ്ട്, എനിക്ക് പേര് പറയാൻ പറ്റില്ല. അവൻ്റെ പ്രശ്നത്തിൽ അവൻ പല സമയത്ത് ഡോക്ടേഴ്സിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, അല്ല എനിക്ക് വയറിന് എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്, അത് ഗ്യാസിൻ്റെയാണ്, അത് അസിഡിറ്റിയുടെയാണ്, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാന്ന് പറയും. അപ്പോൾ ഡോക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അവരുടെ അത്രയും വിവരമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാനോ, അത് രോഗികളുടെ പൈസയല്ല, അല്ലാതെ അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന പൈസയൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് സംശയം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവർക്ക് എനിക്കറിയില്ല എന്ത് ടെസ്റ്റുകൾ ചെയ്യണമെന്ന്, ആ ടെസ്റ്റുകൾ ചെയ്യണം. ഇപ്പം അവൻ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനിത് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ഹെൽത്ത് 40 കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ ലാസ്റ്റ് ആയിട്ട് ലൈക്ക് ഈ ഹെൽത്ത് നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മൾ നോക്കുന്നുണ്ട്. ഈ വീട്ടമ്മമാർക്ക് ആക്ച്വലി ഈ വീട്ടുജോലി കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും സമയമില്ല, അല്ലെങ്കിൽ അവർ സ്വയം സമയം കണ്ടെത്താറില്ല. അപ്പൊ അവരോടും കൂടി എന്താ പറയാനുള്ളത്? അതിപ്പം ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. കാരണം ഞാനിപ്പം ഇത്രയും പറഞ്ഞപ്പോഴും എൻ്റെ ചേച്ചിയൊക്കെ എപ്പോഴും എന്നോട് പറയും, ഇപ്പം നിനക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നാൽ നീ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണില്ല എന്ന് ചോദിക്കും. ഇപ്പം ഇതേ വർത്താനമാണ്, ആ ചേച്ചി നമുക്ക് നാളെ പോകാം, അല്ലാതെ ഇപ്പം ഇന്ന് എനിക്ക് ഷൂട്ടിങ്ങിന് പോയിട്ട് ഞാൻ 13-ാം തീയതി വരും, 13-ാം തീയതിക്ക് ശേഷം പോകാം. അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ വീട്ടമ്മമാരാണ് അവരുടെ സമയമില്ലായ്മ, അല്ലെ മക്കളുടെ പഠിത്തം, അല്ലെ ഭർത്താവിന്റെ ജോലി, അല്ലെ അടുക്കളപ്പണി, അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ, ഇങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പറയുമ്പം നമ്മളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന, നമ്മളായിട്ട് കണ്ടെത്തുന്ന കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മാറ്റിവെക്കാത്തിടത്തോളം കാലം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞ പോലെ, നിന്റെ വേദന കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് എടുത്തേനെ. പക്ഷേ നിന്റെ വേദനകൾ, നിന്റെ ശരീരത്തിന്റെ വേദനകൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. നിന്റെ മനസ്സിന്റെ വേദനകൾ എനിക്ക് നിന്നെ ഉപദേശിച്ച് സഹായിക്കാൻ പറ്റും. ശരീരത്തിന്റെ വേദനകൾ നീ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വീട്ടമ്മമാരോട്, ദൈവത്തെ ഓർത്ത് ഭർത്താവിൻ്റെ കാര്യവും നടക്കും, മക്കളുടെ കാര്യവും നടക്കും, മറ്റ് നാട്ടിലുള്ള എല്ലാവരുടെയും കാര്യവും നടക്കും. നടക്കാത്തത് നമ്മുടെ കാര്യമാണ്. അപ്പം നമ്മുടെ കാര്യങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താത്തിടത്തോളം കാലം നമ്മുടെ കാര്യം കട്ടപ്പോവുകയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റി, അറിയാൻ പറ്റി. ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് അതുകൂടി പറഞ്ഞ് നമുക്ക് പുതിയത്? ഞാൻ ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, തമിഴ് വിജയ് ടിവിക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പം ഒരു ബമ്പർ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി റിലീസാണ്. പിന്നെ സോഫിയ പോൾ മാമിന്റെ ഒക്കെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ട് ആ പടം ഇപ്പൊ ഷൂട്ട് പാലക്കാട്
കൊല്ലംകോട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കൈ നിറയെ സിനിമകളാണ്. ഇനി ഒരുപാട് സിനിമകളും സീരിയലുകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഹൃദയം ഓൾറെഡി കീഴടക്കിയ ആളാണ്. വീണ്ടും ഹൃദയം കീഴടക്കാൻ വരും. ഞങ്ങൾ അതെല്ലാം കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഗൃഹലക്ഷ്മിയുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഇത്രയും നേരം ഇരുന്ന് ചേച്ചി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. അറിയാൻ ഭയങ്കര തിരക്കിലാണ് എന്നുള്ളത്. അല്ല, തിരക്കിലാണെങ്കിലും ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാലോ. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാതിരിക്കുക. പറഞ്ഞതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല, ഒരേ ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടുന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഹെൽത്തിനെ കുറിച്ചും വെൽത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റി. അതുകൊണ്ട് എനിക്കിത് സന്തോഷമായി. താങ്ക് യു സോ മച്ച് മാം. എന്തായാലും ആ വാക്കുകൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം ഈ വന്നതിനും ഇത്രയും നേരം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.